നമസ്കാരം, ഞാൻ ജിബിനാണ്. JR ഓപ്ഷൻ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിനും ഗുരുനാഥനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്കിവിടെ ആരംഭിക്കാം. മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള രണ്ട് സെഗ്മെൻറ്റാണ് ക്യാഷ് സെഗ്മെൻറ്റും അതേപോലെ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റും. ക്യാഷ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും. വാങ്ങിക്കുന്നതിലും പല റിലയൻസ് എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിക്കുന്നതിലൂടെ ഒരു ഉടമസ്ഥാവകാശമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയെ പറയുന്ന ഒരു പേരാണ് ക്യാഷ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണത്തിന് റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് 1350 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, റിലയൻസ് എന്ന് പറയുന്ന ഷെയർ ഒരു നെക്സ്റ്റ് മന്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 3 months കഴിയുമ്പോഴേക്കും റിലയൻസ് എന്ന് പറയുന്ന ഷെയറിൻ്റെ പ്രൈസ് വാല്യൂ ഒരു 1400 എബോവ് വരുമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഒരു വ്യൂ എനിക്ക് ഉണ്ട് എന്നിരിക്കട്ടെ. അതായത് റിലയൻസിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ് അവർ അനൗൺസ് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് പുതിയ കുറച്ച് കോൺട്രാക്റ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടാകും. ഇത്തരം ന്യൂസുകൾ ഞാൻ പഠിച്ചിട്ട് അതിൻ്റെ ഷെയർ വാല്യൂ മുകളിലേക്ക് ഉയരുമെന്ന് എനിക്കൊരു വ്യൂ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് 1450 എബോവ് പോകുമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. നെക്സ്റ്റ് മന്ത് ഇന്ന ദിവസം ആ ഷെയറിൻ്റെ പ്രൈസ് എത്രയാണെങ്കിലും ഞാൻ പറയുന്നു 1450 രൂപയ്ക്ക് ഞാൻ ആ ഷെയർ വാങ്ങിച്ചു കൊള്ളാം എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ എനിക്ക് വ്യൂ ഉണ്ട് അത് അതിലും മുകളിൽ പോകുമെന്ന് എനിക്കൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ആ ദിവസത്തിന് നമ്മൾ പറയുന്നത് എക്സ്പയറി ഡേ എന്നാണ്. അതായത് കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്ന ദിവസം. അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പയറി ഡേ എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സ്പയറി ഡേ ആയി അന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ്, ഒരു ഷെയറിൻ്റെ വില 1550 ആയി. അപ്പോൾ നമുക്ക് അന്നത്തെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത് 1450 വാങ്ങിച്ചു കൊള്ളാം എന്നാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത്. ഓക്കെ, പക്ഷേ ആക്ച്വൽ അതിൻ്റെ മാർക്കറ്റിലെ പ്രൈസ് 1550 ആയി. അപ്പോൾ എനിക്ക് ഒരു ഷെയറിൻ്റെ പുറത്ത് 100 രൂപ അവിടെ ലാഭമാണ് ലഭിച്ചത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സ്റ്റോക്ക് പ്രൈസ് മുന്നോട്ട് പോയില്ല. അന്നത്തെ ദിവസം കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്ന ദിവസം അതിൻ്റെ മാർക്കറ്റിലെ ആക്ച്വൽ പ്രൈസ് ഒരു ഷെയറിൻ്റെ വില 1300 ആയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഷെയറിൻ്റെ പുറത്ത് 150 റുപ്പീസ് നഷ്ടം അവിടെ സഹിക്കേണ്ടി വരും. കാരണം നമ്മൾ കോൺട്രാക്റ്റിൽ ഓൾറെഡി ഏർപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ദിവസം എന്ത് വില തന്നെയാണെങ്കിലും 1450 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊള്ളാമെന്ന കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഷെയറിൻ്റെ പുറത്ത് 150 റുപ്പീസ് അവിടെ നഷ്ടം വരും. ഇതുപോലെ തന്നെ ഒരു റിയൽ ലൈഫിലെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ വിശദീകരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കായിക മേഖലയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും വരുന്ന മാച്ച് നമ്മൾ വളരെ ആവേശത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മാച്ചാണ്. ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2 റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിക്കറ്റിനെ പറ്റി നല്ല നോളജ് ഉള്ള ഒരാൾക്ക് അപ്പോഴത്തെ ഒരു കറണ്ട് പ്ലെയേഴ്സിൻ്റെ ഒരു സ്റ്റാറ്റസും കറണ്ട് ടീമിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ച് നമ്മൾ പറയുന്നു ഇന്ന 2 രാജ്യങ്ങൾ ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സെമി ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ 2 റൗണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഉറപ്പായി സെമി ഫൈനൽ ക്വാളിഫൈ ആയി ഫൈനലിലേക്ക് ഇന്ത്യയും പാകിസ്ഥാൻ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ഫൈനൽ മാച്ച് നടക്കുന്ന അന്നത്തെ ദിവസം നമ്മളിതുപോലെ എക്സ്പയറി ഡേ ആയിട്ട് കാണുന്നു. ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അന്നത്തെ അതിൻ്റെ നോർമൽ ടിക്കറ്റ് ഫെയർ ഒരു 20,000 ആണ് എന്നിരിക്കട്ടെ. നമ്മൾ പറയുകയാണ് ഫൈനൽ മാച്ചിൽ എത്ര പ്രൈസ് തന്നെയാണെങ്കിലും നമ്മൾ ആ ഒരു പ്രൈസ് 30,000 വാങ്ങിച്ചു കൊള്ളാം എന്നൊരു കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെടുകയാണ്. അപ്പം സെമി ഫൈനൽ കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുന്നു. ഓക്കെ, ആൾക്കാർക്ക് ആവേശം കൂടും, ടിക്കറ്റിൻ്റെ ഫെയർ ചാർജ് കൂടും, ടിക്കറ്റിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ അന്നത്തെ ദിവസം 50,000 റുപ്പീസ് പെർ ടിക്കറ്റ് ഓക്കെ ആയി. അന്നത്തെ ഒരു ആക്ച്വൽ പ്രൈസ്, ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50,000 റുപ്പീസായി. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് എത്ര രൂപ ലാഭം? 20,000 റുപ്പീസ് അവിടെ നമുക്ക് ലാഭമായി. കാരണം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത് ടിക്കറ്റിൻ്റെ വില എത്ര തന്നെയായാലും 30,000 റുപ്പീസിന് നമ്മൾ വാങ്ങിച്ചു കൊള്ളാം എന്ന കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരുന്നത്. ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് നമുക്ക് 20,000 റുപ്പീസ് ലാഭമായി. ഇനി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും വന്നില്ല. അപ്പം വേൾഡ് കപ്പ് ഫൈനലിലെ മാച്ച് മറ്റേതെങ്കിലും രാജ്യങ്ങളാണ് വന്നതെന്നിരിക്കട്ടെ.
അപ്പം ഈ ഒരു ഡിമാൻഡ് ചിലപ്പം അതിനുണ്ടാവില്ല. പക്ഷേ ഫൈനൽ മാച്ച് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് പ്രൈസ് കൂടാം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്രയും കൂടിയുണ്ടാകും. 20,000 റുപ്പീസ് നോർമൽ റേറ്റ് ഉണ്ടായിരുന്നത് ചിലപ്പം 25,000 ആയേക്കാം, അല്ലെങ്കിൽ 30,000 ആയേക്കാം. അപ്പം ഇൻ കേസ് 25,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത് 30,000 വാങ്ങിച്ചുകൊള്ളാം എന്നാണ്. അപ്പോൾ നമുക്കൊരു 5,000 റുപ്പീസിൻ്റെ നഷ്ടം അവിടെ നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്ന ഒരു റിയൽ ലൈഫിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ അണ്ടർലൈങ് ആസറ്റായിട്ട് വർക്ക് ചെയ്തത് ടിക്കറ്റ് ഫെയറിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ്. ആ ഒരു സ്പോർട്സിൻ്റെ ടിക്കറ്റ് ഫെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണുക. അതേപോലെ തന്നെ എൻ്റെ സ്ലൈഡിലെ പോയിൻറ്റ്സുകൾ വായിച്ച് നോക്കിയാൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.